ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാരിയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കളർ ത്രെഡാണ് വേണ്ടത്. അതായത് ഞാനൊരു ഓറഞ്ച് കളർ മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കളർ ത്രെഡ് എടുത്ത്, പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഗോൾഡൻ കളർ കട്ട് ബീഡ്സ്, പിന്നെ വൈറ്റ് ബീഡ്സ്, ചെറിയ ബീഡ്സാണത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് തുന്നി കൊടുക്കാനായിട്ട് നമുക്ക് നോർമലായിട്ടുള്ള സൂചി നൂലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബീഡ്സ്, ചെറിയ ബീഡ്സ് തുന്നാൻ പറ്റിയിട്ടുള്ള ചെറിയ ടൈപ്പ് നീഡിലാണിത്. പിന്നെ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എംബ്രോയ്ഡറി നീഡിൽ. അപ്പോൾ ഇതിൻ്റെ സൈസ് 5 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസൈന് ഫ്രീ ഹാൻഡായിട്ട് വരച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്റ്റെൻസിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും വരച്ചു കൊടുക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ വരച്ച ലൈനിൽ കൂടി ഞാൻ ഇതേപോലത്തെ ഈ കട്ട് ബീഡ്സ് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ബീഡ്സ് തുന്നുന്നതിന് പകരം മുഴുവനായിട്ട് കോർത്തെടുത്തിട്ട് പിന്നെ ഇടയിൽ വെച്ചിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ആ സ്പേസിൽ നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 strands ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ഓരോ നോട്ട്സും ചെയ്യാനായിട്ട് നോക്കുക. ഞാനിവിടെ 3 തവണയാണ് നൂല് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ഞാൻ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ആ ഒരു സ്പേസ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ കട്ട് ബീഡ്സും പിന്നെ ഈ ഒരു വൈറ്റ് കളർ ബീഡ്, ഇതേപോലത്തെ ഈ വൈറ്റ് കളർ ബീഡും കൂടെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്പേസും കൂടെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസൈന് കംപ്ലീറ്റ് ആയി കിട്ടും. ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള ആ മുത്തുകളൊക്കെ ഞാൻ ആദ്യം ഒന്ന് ഗമ്മ് വെച്ച് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷമാണ് തുന്നിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുന്നാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസൈന് സാരിയിൽ മാത്രമല്ല, നമുക്ക് ചുരിദാറിൻ്റെ നെക്കിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ സ്ലീവിലൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ത്രെഡിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സാരിയുടെ ബ്ലൗസ് ആയാലും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ഷോള് പാൻറ്റൊക്കെ ആയാലും ആ കളറിനനുസരിച്ച് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്